സാരംഗ ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഇന്ന് വലിയ രീതിയിലുള്ള തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാം 272 വിവാഹങ്ങൾ അവിടെ നടക്കുന്നു. അതിന്റെ തിരക്കുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളും അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങളൊക്കെ സാരംഗ? ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണുള്ളത്. അത് എടുത്തു പറയേണ്ടത് ഇന്ന് 272 വിവാഹങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വലിയ ഭക്തജന തിരക്കുമുണ്ട്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ്. മകരമാസത്തിലെ പ്രത്യേക സവിശേഷതയുള്ള ഒരു മുഹൂർത്ത ദിവസമായതിനാലാണ് ഇത്ര വിവാഹങ്ങൾ ഇന്നിവിടെ നടക്കുന്നത്. ഈ വിവാഹ സംഘങ്ങൾക്ക് തിരക്കില്ലാതെ എല്ലാ ക്രമീകരണങ്ങളോടും കൂടി ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 5 മണ്ഡപങ്ങളാണ് ഇത്തരത്തിൽ വിവാഹ ചടങ്ങ് നടത്താനായി ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മംഗളവാദി സംഘത്തിനും ഇവിടെ പ്രദർശനമുണ്ട്. അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ 24 പേർക്കാണ് ഈ മണ്ഡപത്തിന് സമീപം പ്രവേശനമുള്ളത്. അങ്ങനെ വിപുലമായ രീതിയിൽ തന്നെ വിവാഹങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ, അതായത് പുലർച്ചെ 4 മണി മുതലാണ് വിവാഹ ചടങ്ങുകളൊക്കെ ആരംഭിച്ചത്. ഇതിനോടകം തന്നെ നിരവധി വിവാഹങ്ങൾ പൂർത്തിയായി. ഏതാണ്ട് 10-12 മണി വരെ വിവാഹങ്ങൾ നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. ഈ 24 പേർക്ക് സമീപത്ത്, അതായത് മണ്ഡപത്തിന് സമീപത്ത് 24 പേർക്ക് കയറാവുന്നതാണ്. ഈ ഫോട്ടോഗ്രാഫറും അതുപോലെ തന്നെ വധുവരന്മാരും ഉൾപ്പെടെ ബന്ധുമിത്രങ്ങളും ഉൾപ്പെടെ 24 പേർക്കാണ് ആകെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും ഇന്ന് ഞായറാഴ്ച ആയതുകൂടി തന്നെ വലിയ ഭക്തജന തിരക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ സവിശേഷമായ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ജനങ്ങൾക്കും അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്കും ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ തിരക്ക് കണക്കിലെടുത്ത് പ്രദക്ഷിണം, അതുപോലെ തന്നെ ശയനപ്രദക്ഷിണം, അടിപ്രദക്ഷിണം, അങ്ങനെ തുടങ്ങി പ്രദക്ഷിണങ്ങളൊക്കെ തന്നെ ഇന്ന് അനുവദനീയമല്ല. നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ഈ മണ്ഡപത്തിന് സമീപത്തും അതുപോലെ തന്നെ ഈ ക്ഷേത്ര നടയിലും എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് പ്രത്യേക ഒരു ദിവസം ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ ആഘോഷത്തോടെ പല നാടുകളിൽ നിന്ന് എത്തിയവർ വിവാഹത്തിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ വിവാഹ ചടങ്ങുകൾ തകൃതിയായിട്ട് നടക്കുന്നതും. എന്തായാലും വലിയ ഭക്തജന തിരക്കാണ്. വലിയ ആഘോഷത്തോടു കൂടി എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി ആളുകളാണ് എത്തിയിട്ടുള്ളത്. ഭദ്ര.